നമസ്കാരം. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ യാത്ര, നമ്മുടെ വിശേഷങ്ങൾ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ വിജയിപ്പിക്കുന്ന, നമ്മുടെ എന്താ പറയുക, നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് എന്തായാലും ഒരു ബിഗ് ഹായ് ആദ്യം പറയുകയാണ്. കാരണം 100 കണക്കിന് എപ്പിസോഡുകൾ പിന്നിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന, ഒരുപാട് ഓണങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന, ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ പങ്കിട്ട എപ്പിസോഡ് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി. എന്തായാലും വളരെ സന്തോഷം. നമ്മൾ ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഇരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താണ്, ഒരു പ്രധാനപ്പെട്ട വിശേഷങ്ങൾ പങ്കിടാൻ വേണ്ടിയാണ്. അത് എന്നും ഞാനല്ല, ഇന്ന് പുതിയ 3 വ്യക്തിത്വങ്ങളെ, ലോകമെമ്പാടും അറിയപ്പെടുന്ന 3 മഹത് വ്യക്തിത്വങ്ങളെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇവർ ഈ തിരുവനന്തപുരം ജില്ലക്കാരല്ല, ഒരുപാട് 400 കിലോമീറ്ററുകൾ അപ്പുറം താണ്ടി നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലേക്ക് ഒരു ആവശ്യമായിട്ട് വന്നതാണ്. ആവശ്യം വേറൊന്നല്ല, നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ട് കാലങ്ങളിൽ എൻ്റെ ചെറുപ്പത്തിലേക്ക് കേട്ടു മറന്നൊരു പേരാണ് വേലായുധൻ, പാമ്പ് വേലായുധൻ. ഇപ്പോൾ ഒരുപാട് എന്താ പറയുക വേദികൾ പങ്കിട്ട ഒരു വ്യക്തിത്വം. അദ്ദേഹം നമ്മുടെ ഭൂമിയിൽ നിന്ന് വിട്ടുപോയി, കുറച്ചു കാലമായി വിട്ടുപോയി. അദ്ദേഹം അവസാനമായിട്ട് കാര്യവട്ട യൂണിവേഴ്സിറ്റിയിലാണ് പ്രോഗ്രാം ചെയ്യുന്നതാണ് എൻ്റെ ഓർമ്മ. വിട്ടുപോയി. അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മകള് സംഗീത ജി അവർകൾ അദ്ദേഹമാണ് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഒരുമിപ്പിച്ചുണ്ടാക്കിയ ഒരു സംഘടനയാണ് വേലായുധൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. അതിന്റെ 3 വ്യക്തിത്വങ്ങൾ. കാരണം അറിയാം, നമ്മുടെ ഒരു മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ, എനിക്ക് സഹോദരനാണ്, മറ്റുള്ളവർ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഹർഷാദ് അവറുകൾ നമ്മളെ വിട്ടുപിരിഞ്ഞു. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു സൂല് രാജവൻപാലയുടെ കടിയേറ്റ് മരണപ്പെടുന്നത് നമ്മുടെ തിരുവനന്തപുരം, നമ്മുടെ കേരളം, നമ്മുടെ സ്വന്തം കേരളത്തിൽ, ഗോഡ്സ് ആൻഡ് കൺട്രി, അതായത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ തിരുവനന്തപുരം ജില്ലയിലെ സൂലായിരുന്നു, മരണപ്പെട്ടു. അദ്ദേഹത്തിനെ ഇപ്പോൾ എല്ലാവരും മറന്നു എന്നുള്ള ഇത്രയേ ഉള്ളൂ പാമ്പ് കൊടുത്തേക്കാണ് വില എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കൂടുതൽ മോഹിക്കരുത്, നമ്മൾ മനയോളം മോഹിക്കരുത്, കുന്നിക്കുരിൻ്റെ അത്രയും മാത്രമേ മോഹിക്കാവൂ എന്ന് ഞാൻ എപ്പോഴും പാമ്പ് സംരക്ഷകർ പറയാനുള്ളത്. കാരണം ഇത്രയേ ഉള്ളൂ, ഒരു 2 ദിവസം വാർത്തകൾ നിൽക്കും. ആ ഉമ്മയും വാപ്പയും കണ്ട് ചെറിയൊരു ധനസഹായം അവരെല്ലാവരും കൂടി സമാഹരിച്ചൊരു ചെറിയ ധനസഹായം ആ ഉമ്മയുടെയും വാപ്പയുടെയും കയ്യിൽ എത്തിക്കാണ് വന്നത്. ഈ 3 പേരാണ് അവർ.